ഹായ് ഫ്രണ്ട്സ്, ഇത് നമുക്ക് ഒരു കിറ്റ്കാറ്റ് ട്രഫിൾ കേക്കിന്റെ റെസിപ്പി എങ്ങനെയെന്ന് നോക്കാം. ചോക്ലേറ്റ് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും ഈ ഒരു കേക്ക്. ഓവനൊന്നും ഇല്ലാതെ കുക്കറിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. 1/2 kg അളവിലാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്ന ഈ കേക്ക്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു അരിപ്പയിലേക്ക് ഒരു 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കണം. ഇനി ഒരു 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഈ കേക്കിന് വേണ്ടി ഡാർക്ക് കൊക്കോ പൗഡർ എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പും ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. ഒരു 3 പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കണം. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചു വെക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കുടിച്ചു കൊടുക്കണം. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇട്ടൊന്ന് പതഞ്ഞു വന്നാൽ ഒരു 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര ചേർത്ത് കൊടുക്കണം. കുറേശ്ശായിട്ട് വേണം ഇത് ചേർത്ത് കൊടുക്കാൻ. പഞ്ചസാര നല്ലതുപോലെ ഇതിലൊന്ന് മെൽറ്റായി കിട്ടണം. പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ 1/2 കപ്പ് വേണ്ടി വരും. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരിച്ചു വെച്ച ഫ്ലോർ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറേശ്ശെ വേണം കേട്ടോ ഇതിട്ട് കൊടുക്കാൻ. ഓവർ മിക്സ് ആക്കാതെ പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി. കേക്ക് ബേക്ക് ചെയ്യാനുള്ള കുക്കറിൽ കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. 2 ലിറ്ററിന്റെ കുക്കറിലാണ് കേട്ടോ ഞാൻ ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഫ്ലെയിം ഓൺ ചെയ്തൊരു തട്ട് വെച്ച് കൊടുത്ത് കുക്കർ ഒന്ന് ചൂടാക്കി എടുക്കണം. കുക്കർ ചൂടായി വരുമ്പോൾ നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി വിസിൽ ഊരി മാറ്റി ഒരു 25 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് കേക്കിനുള്ള ഗണാഷ് റെഡിയാക്കി എടുക്കണം. ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ബട്ടർ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 കപ്പ് നല്ല ചൂടുള്ള ക്രീം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. മിക്സ് ചെയ്യാതെ ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് വെക്കണം. ഒരു 2 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ തന്നെ നമ്മുടെ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റായി തുടങ്ങും. ഇനി ഇതൊരു സ്പൂൺ വെച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നല്ലതുപോലെ മെൽറ്റായി നമ്മുടെ ഗണാഷ് ഇവിടെ റെഡിയായി. ഇനി ഇതൊരു അരിപ്പയിലൂടെ അരിച്ച് ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഈ കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു 1/2 കപ്പ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ക്രീം ഇവിടെ റെഡിയായി. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ 25 മിനിറ്റായി. ഇതുപോലെ എന്തെങ്കിലും ഒന്ന് വെച്ച് കുത്തി നോക്കണം. ഇതിപ്പോൾ ക്ലീനായി വന്നിട്ടുണ്ട്. നമ്മുടെ കേക്ക് നല്ലതുപോലെ ബേക്ക് ആയിട്ടുണ്ട്. ഇത് ചൂടാറാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം. നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം ഒരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. ഒരു ടേൺ ടേബിളിൽ ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിൽ ക്രീം ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കണം. കേക്ക് നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയാണിത്. ഇനി കേക്കിന്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഇത്
ഇത് ഷുഗർ സിറപ്പ് വെച്ച് നല്ലതുപോലെ ഒന്ന് വെറ്റാക്കി എടുക്കണം. ഇനി ഇതിന്റെ മുകളിൽ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ക്രീം എല്ലാ ഭാഗത്തും പോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഇതിന്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ചു കൊടുക്കാം. ഇതും എല്ലാ ഭാഗത്തേക്കും ഒന്നാക്കി കൊടുക്കണം. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. അതും ഈ മെത്തേഡിൽ തന്നെ ഒന്ന് ചെയ്തെടുക്കണം. തേർഡ് ലെയർ കൂടി വെച്ച് കൊടുത്ത് കേക്കിന്റെ മുകളിലും സൈഡിലൊക്കെ ആയിട്ട് ക്രീം വെച്ച് കൊടുക്കണം. ഇനി ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതൊന്ന് ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 1.5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കാൻ വെക്കണം. 1.5 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ കേക്ക് പുറത്തെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് ഗണേഷ് വെച്ച് കേക്കിന്റെ മുകളിൽ സൈഡൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കണം. ഗണേഷ് കുറച്ച് സമയം വെച്ചാൽ ഇതുപോലെ തിക്കായിട്ട് വരും. ഇപ്പോൾ ഇത് ഗണേഷ് വെച്ച് നല്ലതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതുപോലത്തെ കിറ്റ്കാറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് 25 രൂപേൻ്റെ പേക്കാണ്. പോലത്തെ ഒരു 7 പാക്കറ്റ് കിറ്റ്കാറ്റൊക്കെ എനിക്ക് ഈ കേക്കിലേക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് കവറിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഓരോന്നായി കേക്കിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിത് കിറ്റ്കാറ്റ് വെച്ച് മുഴുവനായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഗണേഷിൽ ബാക്കിയുള്ള കേക്കിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഗണേഷ് നല്ല തിക്കായിട്ടുണ്ടാകും. അതൊരു ചൂടുള്ള വെള്ളത്തിൽ ഇറക്കി വെച്ച് ഒന്ന് ലൂസാക്കി എടുത്താൽ മതി. ഇത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം. അതൊക്കെ ചെരിച്ച് കൊടുത്ത് ഇതൊന്ന് ലെവലാക്കി എടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ജംസ് വെച്ചാണ് ഞാൻ ഡിസൈൻ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഇത് ഡിസൈൻ ചെയ്തെടുക്കാം.
ഇപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കിറ്റ്കാറ്റ് ട്രഫിൾ കേക്ക് ഇവിടെ റെഡിയായി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.